ചേട്ടാ, ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോകുന്നു. കയ്യിലുള്ള സേവിങ്സ് ഉപയോഗിച്ച് ഷെയർ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ആണ് പ്ലാൻ. ഇനി മുതൽ ഞാൻ ഒരു ഫുൾ ടൈം ട്രേഡർ. കേൾക്കാൻ നല്ല രസമുണ്ട്. ഇതുപോലെ വേറെ എന്തൊക്കെ പ്ലാൻസ് ഉണ്ട് നിനക്ക്? എനിക്കെല്ലാം കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ചേട്ടൻ കളിയാക്കാതെ. ചെറിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ എത്രയോ പേർ ഉണ്ട്. എനിക്കും അതിന് സാധിക്കും. ട്രേഡിംഗ് എല്ലാവർക്കും ചെയ്യാം. കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിക്കാനും ഓപ്ഷനുണ്ട്. പക്ഷേ ട്രേഡിംഗിലൂടെ പണം നഷ്ടപ്പെട്ടവരാണ് കൂടുതൽ. ഒരുപാട് എക്സ്പീരിയൻസ്, നോളജ് ഒക്കെ വേണ്ട മേഖലയാണ് ട്രേഡിംഗ്. നീ ഷെയർ മാർക്കറ്റ്, ട്രേഡിംഗ് എന്നിവയെക്കുറിച്ച് നന്നായി റിസർച്ച് ചെയ്യൂ. എന്നിട്ട് പോരെ ട്രേഡിംഗ്. ഞാൻ ഇത് ഇപ്പോൾ ചെയ്യണ്ട എന്ന് ആണോ ചേട്ടൻ പറയുന്നത്? അല്ല, നീ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച തുകയുടെ ഒരു 10% ഇപ്പോൾ ഉപയോഗിക്കും. ബാക്കി നല്ല ക്വാളിറ്റി സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട് എന്നിവയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ട്രേഡിംഗ് നിനക്ക് പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രം ട്രേഡിംഗ് ക്യാപിറ്റൽ കൂടുതൽ ഇറക്കിയാൽ മതി. ഈ പ്ലാൻ കൊള്ളാം ചേട്ടാ. ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ട്രേഡിംഗ് ചെയ്യാം. കുറച്ച് ഫണ്ട് മാത്രം ഇപ്പോൾ യൂസ് ചെയ്യാം. നല്ല തീരുമാനം. ലോജിക്കലായി ചിന്തിച്ചു വേണം ഏത് കാര്യവും ചെയ്യാൻ.